Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്തു തൗബയിലെ സൂക്തം 72. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم وعد الله അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അൽ മുഅ്മിനീന വിശ്വാസികളോട് വൽ മുഅ്മിനാത്തി വിശ്വാസിനികളോടും ജന്നാത്തിൻ സ്വർഗങ്ങൾ തജ്രി മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു അൽ അൻഹാറു പുഴകൾ ഖാലിദീന ഫീഹ അവർ അവിടെ നിത്യവാസികളാണ് വ മസാക്കിന ത്വയ്യിബത്തൻ വിശിഷ്ടമായ ഭവനങ്ങളും ഫി ജന്നാത്തി അദിനിൻ നിത്യതയുടെ സ്വർഗത്തോപ്പുകളിൽ നിത്യവാസത്തിൻ്റെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകളിൽ വറിദ്വാനും മിനല്ലാഹ് അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ തൃപ്തി അക്ബറു അതാണ് ഏറ്റവും വലുത് ദാലിക ഹുവൽ ഫൗസുൽ അലീം അതത്രേ മഹാവിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിജയത്തിന് നമ്മളെയും അർഹരാക്കുമാറാവട്ടെ. അള്ളാഹ് ഈ 72-ാമത്തെ സൂക്തത്തിൽ നീ പറഞ്ഞ വിജയത്തിന് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ രേഖപ്പെടുത്തണേ. അർത്ഥം വളരെ വ്യക്തമാണ്. തത്തുല്യമായ പ്രയോഗങ്ങൾ പല സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഅദുൻ എന്ന് പറഞ്ഞാൽ കരാറ്, വാഗ്ദാനം, ഭീഷണി എന്നൊക്കെ അർത്ഥം കിട്ടും. സൂറത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതിൽ പറയണില്ലേ, അന അലാ അഹ്ദിക വ വഅദിക, നിന്നോട് ചെയ്ത കരാർ അനുസരിച്ചും നീ ചെയ്ത വാഗ്ദാനം പാലിച്ചും അല്ലെങ്കിൽ നീ നടത്തിയ ഭീഷണി ഉൾക്കൊണ്ടുകൊണ്ടും അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. അത് നമ്മൾ അള്ളാഹിനോട് ഏറ്റു പറയുന്നുണ്ട്. ഓർമ്മ നമുക്ക് ഉണ്ടാകണം. ഫാത്തിഹ സൂറത്തിലും നമ്മൾ പറയുന്നുണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊക്കെ അള്ളാഹുവുമായി നമ്മൾ ചെയ്ത കരാറിനെ പുതുക്കുക. എന്താണ് കരാറ്? ഷഹാദത്ത് ചൊല്ലിയതാണ് കരാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കരാറിനെ പുതുക്കുകയാണ്. അതൊക്കെ അന അലാ അഹ്ദിക വ വഅദിക കരാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളോട് അള്ളാഹ് പറയും വഅദല്ലാഹു, അള്ളാഹു മുഅ്മിനുകളോട് കരാർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുഅ്മിനുകളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽ മുഅ്മിന വൽ മുഅ്മിനാത്തി മുഅ്മിനാത്തുകളോടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കൗതുകം എന്നുള്ള നിലക്ക് ഒരു അവലാതി പോലെ ബോധിപ്പിച്ചു. റസൂലെ, അള്ളാഹിൻ്റെ ദൂതരെ, അല്ലാഹു തആല എല്ലാ ആണുങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, പെണ്ണുങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു പരാമർശവും കാര്യമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ സൂറത്തു അഹ്സാബിൽ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കി ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുസ്ലിമീങ്ങൾ ആണും പെണ്ണും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പേജ് 422 ഞാൻ പറയുന്ന ആയത്ത്, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളും മുഅ്മിനുകളും, വൽ ഖാനിത്തീന വൽ ഖാനിത്താത്ത്. ഇതിൽ പറയുന്ന 10 ഗുണങ്ങളാണ്. മുസ്ലിമീന ആണും പെണ്ണും ഉൾപ്പെടെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
മുസ്ലിമീന വൽ മുസ്ലിമാത്ത് മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഖാനിതീന വൽ ഖാനിതാത്ത് സാദിഖീന വൽ സാദിഖാത്ത് സാബിരീന വൽ സാബിറാത്ത് ഖാശിഈന വൽ ഖാശിആത്ത് മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. 10 ഗുണങ്ങൾ വിശ്വാസികളിലുള്ള ആണും പെണ്ണും എടുത്തു പറഞ്ഞിരിക്കണം എന്ന് ഉമ്മർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊക്കെ എന്താ ഈ ആണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളെ കുറിച്ച് എന്തൊന്നും പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ നോക്കൂ, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അത് അവരൊരു പരാതിയല്ല, ഒരു കൗതുകം എന്നുള്ള നിലക്ക്. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ വന്നുകാണ്ട് പാവപ്പെട്ട കുറച്ച് ആൾക്കാർ വന്നുകാണ്ട് പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ റസൂലെ, ഈ മുതലാളിമാർ പണമുള്ളവർ ഹജ്ജിനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പുണ്യം കിട്ടുമല്ലോ, ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനൊന്നും കഴിയണില്ലല്ലോ. അപ്പോഴാണല്ലോ നിസ്കാര ശേഷമുള്ള 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അത് ചൊല്ലിയാൽ മതി, നിങ്ങൾ ഹജ്ജിന് പോയ ഫലം കിട്ടും. അത് ഒഴിവാക്കരുത്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, പിന്നെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റും ചൊല്ലിയിട്ട് 100 വട്ടം. അത് ഹജ്ജിന് പോണ കൂലി എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതറിഞ്ഞപ്പോൾ മുതലാളിമാർ ചെല്ലാൻ തുടങ്ങി, ഓലും ചെല്ലാൻ തുടങ്ങി, പൈസ ഉള്ളോലും. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുക്കൽ പാവപ്പെട്ട ഒരു പരാതിയായിട്ട് വന്നുള്ളതാണ് റസൂൽ ഓലും ജില്ല ഇപ്പോൾ ഓലും ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെന്താ, അത് അള്ളാഹിൻ്റെ ഒരു ഔദാര്യം, അത്ര അതിനെപ്പറ്റി നിങ്ങൾ പണമൊക്കെ അങ്ങനെയാണ്, ഓരോ കാര്യം അങ്ങനെ തന്നെ, അത് അള്ളാഹ് ഓൽക്ക് കൊടുത്തൊരു ഔദാര്യം എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. പണമുള്ളവർക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല, ആരോഗ്യമുള്ളവർക്ക് പൈസ ഉണ്ടാവില്ല. ഇതൊക്കെ ഈ ദുനിയാവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കും. എങ്ങനെ പാവങ്ങൾക്കുള്ള അജ്ജാൻ ജുമാനെ പറ്റിയിട്ട് പറയാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ ഈ പുണ്യകർമ്മങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒഴിവാക്കാതിരിക്കുക. നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ഗുണമാണ് അല്ലാഹു തആല തരുക. അപ്പോൾ ഇത് ഈ ആയത്ത് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളോടും വിശ്വാസിനികളോടും അള്ളാഹു വാഗ്ദാനം ചെയ്തു ജന്നാത്തിൻ, സ്വർഗത്തോട്ടങ്ങൾ. ജന്നത്ത് എന്ന തോട്ടം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അതിൻ്റെ താഴെ കൂടി പുഴകൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ, അവരവിടെ നിത്യവാസികളാണ്. ഖാലിദീന ഫീഹ, നിത്യവാസികളാണ്. നമ്മൾ പറയാറുണ്ട്, നിത്യവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, വളരെ പ്രധാനം. സ്വർഗത്തിനെ പറ്റി പറയുമ്പോഴും നരകത്തെ പറ്റി പറയുമ്പോഴും, നിത്യത എന്ന് പറയുമ്പോൾ, സ്വർഗത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും അത് കൊതിക്കുക, അത് ദുആ ചെയ്യുക, അത് ലഭിക്കുന്നതിന് വിഘാതമാകുന്ന എല്ലാറ്റിൽ നിന്നും വിടുതലിനെ ചോദിക്കുക അള്ളാഹിനോട്. നരകത്തെ പറ്റിയാണ് നിത്യവാസം എന്ന് പറഞ്ഞാൽ അല്ലാഹ് താങ്ങാൻ. ദുനിയാവിൽ തന്നെ ഒരു രോഗം, മാറാ രോഗം എന്ന് പറഞ്ഞാൽ എന്താ, നിരാശ മനുഷ്യൻ്റെ. അതങ്ങനെയല്ലല്ലോ, മാറാ രോഗം എന്ന് പറയുന്ന മാതിരിയല്ല. ആ നരകത്തീയൻ്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റൂല. എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് ഇങ്ങോട്ട് മനസ്സിലാവണില്ല. സ്വയം ചിന്തിച്ച് ഉൾക്കൊള്ളല്ലാതെ പറഞ്ഞുകാണ്ട് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള കഴിവില്ലല്ലോ നമുക്ക്. ചെറുപ്പക്കാരോടും കുട്ടികളോടൊക്കെ പറഞ്ഞാൽ ഇതിങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസങ്ങൾക്ക്. മക്കളെ നിസ്കരിക്കണേ, ഈ ദുനിയാവിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കണത്. ഇവിടെ ജോലിയും തൊഴിലും പഠനവും വിദ്യാഭ്യാസവും സുഖവും ഭക്ഷണമൊക്കെ ഉണ്ടാകും. ഇതിനു വേണ്ടി അല്ല നമ്മൾ ജീവിക്കണത്. നമുക്ക് വേറൊരു യഥാർത്ഥ ജീവിതം വരാൻ അതിൻ്റെ മുന്നോടിയാണിത്. അവിടേക്ക് ഒരുങ്ങുകയാണ് ഇവിടുത്തെ നമ്മളെ. ഇത് ജീവിതമല്ല, ജീവിതം വരാനിരിക്കണം. അവിടെ ഖാലിദീന ഫീഹ എന്ന് പറയുമ്പോൾ നിത്യവാസം, സ്വർഗമാവട്ടെ നരകാണെങ്കിലും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. സ്വർഗത്തിൽ നിത്യവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ ഇത്രയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നിട്ടും നമുക്ക് ദുനിയാവിനോട് മടുപ്പില്ല. അപ്പോൾ ഈ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല, സുഖാസ്വാദ്യതകൾ അനുഭൂതികൾ മാത്രം അനുഭവിക്കുന്ന സ്വർഗം, അത് നിത്യവാസം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. വമസാഖിന ത്വയ്യിബത്തൻ, വിശിഷ്ടമായ വീടുകൾ. നമ്മുടെ വീട് എത്രയൊക്കെ സൗകര്യപ്പെടുത്തിയാലും പിന്നെ ആ സൗകര്യം ഉണ്ടാവും. പിന്നെ അത് അങ്ങോട്ട് വേണ്ടീനും ഇങ്ങോട്ട് വേണ്ടീനും അത് ശരിയായില്ല, ഇത് 100 പോരായ്മകൾ. മസാഖിന ത്വയ്യിബത്തൻ, വിശിഷ്ടമായ വീടുകൾ, താമസ സ്ഥലം. സമാധാനത്തോടു കൂടി കഴിയാൻ, സമാധാനക്കേട് ഉണ്ടാവില്ല വീടുകൾക്ക് അകത്ത് എന്തൊക്കെ അസമാധാനമാണ്.
ഫി ജന്നാത്തി അദനിൻ, ജന്നാത്തു അദൻ, ഏദൻ തോട്ടം എന്ന് കേട്ടിട്ടില്ലേ? അത് ബൈബിളിലൊക്കെ അങ്ങനെ പ്രയോഗം, ഏദൻ തോട്ടം. അത് ഈ അദൻ എന്നുള്ളതിനെ പരിഭാഷപ്പെടുത്തിയെടുത്ത് വന്നൊരു വീഴ്ചയാണ്. അതിന് പറഞ്ഞത് നിത്യവാസം എന്നാണ്, സ്ഥിരത എന്നാണ്, നിത്യത എന്നാണ്. നിത്യതയുടെ സ്വർഗത്തോപ്പുകളിൽ, വിശിഷ്ടമായ ഭവനങ്ങളിൽ നിത്യവാസികൾ. സുബ്ഹാനല്ലാഹ്. വരിദുവാനുൻ മിനല്ലാഹ്. അപ്പോൾ സ്വർഗത്തിന് 100 തട്ടുണ്ട് എന്നാണ്. 100 തട്ട്. അതിൻ്റെ ഒന്നാമത്തെ തട്ട് തന്നെ വെള്ളി കൊണ്ടായിരിക്കും അത്ര അവിടുത്തെ സൗകര്യങ്ങളൊക്കെ, വീടും പാത്രങ്ങളും. രണ്ടാമത്തെ തട്ട് സ്വർണം, മൂന്നാമത്തെ തട്ട് മുത്ത്, അങ്ങനെ അതിൻ്റെ മേലോട്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ. പിന്നെ വരിദുവാനും മിനല്ലാഹ്, വരിദുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ പ്രീതി, അവൻ്റെ ഇഷ്ടം, അതാണ് ഏറ്റവും മഹത്തരമായത്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയും, തൃപ്തിയായോ നിങ്ങൾക്ക് താല്പര്യമായില്ലേ, ഇഷ്ടമായില്ലേ, താല്പര്യമായില്ലേ, നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ലേ, നിങ്ങൾ സംതൃപ്തരാണോ? അതെ നാഥാ, ഇതിനപ്പുറം ഇനി എന്താ വേണ്ടത്? ഇതിനപ്പുറം ഇനി എന്താ ഞങ്ങൾക്ക് കിട്ടേണ്ടത്? സ്വർഗം അങ്ങോട്ട് മതിവരുവോളം ആസ്വദിച്ചിട്ട് അപ്പോൾ പറയാം അതിൻ്റെ അപ്പുറം ഒന്നും കൂടി ഉണ്ട്. എന്താ അത്? എൻ്റെ ഋതുവാൻ, എൻ്റെ തൃപ്തി, എൻ്റെ പൊരുത്തം, അത് ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, വെപ്രാളം ഉണ്ടാവില്ല. അത് ഞാൻ നിങ്ങൾക്ക് നൽകും. ഋതുവാൻ, അത് സ്വർഗക്കാർക്ക് കിട്ടണതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം ഋതുവാൻ. ആ പദം ഒന്ന് പരിഭാഷപ്പെടുത്താൻ നമ്മൾ തൃപ്തി, പൊരുത്തം, ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയും. ഋതുവാനുള്ള, റിളല്ല, ഇതൊക്കെ പറയുന്ന വാക്കാണ്. വരിദുവാനും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഋതുവാൻ, അവൻ്റെ പൊരുത്തം. റിസ്വാൻ എന്നൊക്കെ കുട്ടികൾക്ക് പേരില്ല, ചിലയിടത്തൊക്കെ റിസ്വാൻ. ഇതാണ് വാക്ക്, ഋതുവാൻ എന്നുള്ള വാക്കാണ്. അത് മലയാളത്തിൽ ലാ എന്നില്ലാത്തതുകൊണ്ട്. വരിദുവാനും മിനല്ലാഹി അക്ബർ. അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹാവിജയം, അതത്രേ വലിയ. ദുനിയാവിൽ ഒരുപാട് വെട്ടിപ്പിടിക്കുക എന്നുള്ള അല്ല വിജയം, സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റിളുവാൻ ലഭിക്കുന്ന, അവൻ്റെ ഫൗസുൽ അലീം നേടുന്ന, ജന്നാത്തു അദനിൽ മസാക്കിന് ത്വയ്യിബ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മളുടെ കുട്ടികളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا إلا غفرت ولا هما إلا فرجت ولا دينا إلا قضيته ولا مرضا إلا شفيته ولا حاجة من حوائج الدنيا إلا قضيتها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.